മതിയോ? ഹലോ ഗൈസ്, എല്ലാവർക്കും അസ്സലാമലൈക്കും. അല്ലേ അമ്മ? അമ്മ സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്, മമ്മ കാര്യത്തിലാണ്. മമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ വന്നാട് തേങ്ങ ഇട്ടു ഗൈസ്. ഇതാണ് നമ്മളെ 2 തെങ്ങ് കേട്ടോ. ആ കാണുന്നത് ഒന്നതും ഒന്നതിന്റെ അപ്പുറത്തും കിട്ടും. അപ്പൊ നല്ലൊരു കാക്ക വന്നാണ്ട് ഇവിടെ തേങ്ങ ഇട്ടു. കുറെ കാലത്തിന് ശേഷമല്ലേ മമ്മ തേങ്ങ ഇട്ടാ? ഇതാണ് ഞങ്ങളെ തെങ്ങുമെന്ന് കിട്ടിയ തേങ്ങ അല്ലേ? സമ്പാദ്യം. അത് മിന്നിണ്ടല്ലോ മമ്മ, അതെന്താ കരിക്കോ? 2 മാസം കഴിയുമ്പോഴേ മൂക്കുള്ളൂ. ആണോ? മൂത്തിട്ടില്ലല്ലോ ആ തേങ്ങ ഒന്നും. ഇമ്മ അവിടെ എന്താ ഇരിക്കണ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കുറച്ച് നേരത്തെ മുമ്പ് ഗൈസ് ഒരു സംഭവം ഉണ്ടായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കോഴി ചത്തു അല്ലേ? ആ കോഴിന്റെ അടുത്താ ആ കോഴി എവിടെ? ഒരു കരിങ്കോഴി ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങൾക്ക്. അതാണ് പിന്നെ ഗൈസ് ഈ തേങ്ങ എന്തിനാ ഞങ്ങളിപ്പോ പൊളിക്കണ വെച്ച് കഴിഞ്ഞാല് ഇവന് ഇന്ന് പോകുകയാണ് അല്ലേ? എന്നാ എപ്പോഴാണ് പോണ്? വൈകുന്നേരം. ഒന്ന് വൈകുന്നേരം അല്ലേ? എനിക്ക് ബിരിയാണി തരാത്തതിന് എല്ലാവരും ഗൈസ് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഫുള്ള് ബിരിയാണി അല്ലേ? അതന്നെ. ഇന്നലെ ഗൈസ് ഞങ്ങൾക്ക് പ്രൊമോഷന്റെ പരിപാടി ഉണ്ടായിനി. ഇന്നലെ എനിക്ക് ഇനി കിട്ടാത്ത ഒന്നുമില്ല, എല്ലാം കിട്ടിക്കണില്ലേ? അയ്യോ, എങ്ങനെ വിളിച്ചാലും തേങ്ങയല്ലേ പൊളിഞ്ഞാ മതി. ഗൈസ് ഇതാണ് നമ്മളെ കോഴി. ഇതെന്താ പറ്റിയെന്നറിയില്ല. അതിന്റെ ഉള്ളിൽ കുടുങ്ങിയതാണല്ലോ. ആ നമ്മളെ കൂടിന്റെ ഉള്ളിൽ തല കുടുങ്ങിയത് പറഞ്ഞത്. ഇതിന്റെ മേത്തത്തെ ചൂട് പോയിട്ടില്ല ഗൈസ്. അതായത് ഇപ്പൊ കുറച്ചേരായിട്ടുള്ളൂ. നമ്മൾ ഇതാണെങ്കിലും ഒച്ച ഒന്നും തിന്നാൻ പറ്റൂലല്ലോ, അത് അങ്ങനെ ചത്തയല്ലേ ഗൈസ്. നമ്മള് കണ്ടിട്ടില്ല. ഇനി കൂട്ടിന്റെ എവിടെയോ തല കുടുങ്ങിയിട്ട് ചത്തതാണ് എന്നാണ് ഉമ്മ പറഞ്ഞത്. ഉമ്മ കോഴിക്കോട്ട് പോയി നോക്കിയപ്പോ. നീച്ച് വാ, കുഴിച്ചിട വാ, ബരി അല്ല, വേറെ പരിപാടി ഇല്ലല്ലോ. അത് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീച്ചോളി ബരി. ചത്തേ ചത്ത് പിന്നെ കരഞ്ഞിട്ട് എന്താ കാര്യം? തേങ്ങ വിളിച്ചാൽ എനിക്ക് എവിടല്ലേ ഗൈസ്. അതേപോലെ തന്നെ ഞാൻ തുണി എടുക്കലില്ല, തുണി എടുക്കാൻ എനിക്ക് അറിയലില്ല. ഇത് ഉമ്മമാരുടെ തുണിയാണ്. ഇത് ഉമ്മമാരുടെ പണ്ടത്തെ തുണിയല്ലേ? ഉമ്മമ്മ പണ്ട് ഇങ്ങനെ അറിഞ്ഞീനി. എങ്ങനെ തുണി ഇടും, പിന്നെ വേറെന്തോ തുണി ഇട്ടിട്ട് എന്തോ പരിപാടി ഇല്ലേ? അല്ല, തുണി മടക്കൂട്ടല്ല. ഉമ്മ തുണി എടുക്കലില്ല. ഗൈസ് ഇമ്മമ്മ പണ്ട് തുണി എടുത്തീനി. അപ്പൊ ഉമ്മമാന്റെ തുണിയാണ് അത്. ഞാനും അനിയനും ഇപ്പൊ 2ആയി കട്ട് ചെയ്യും. ഇതിന്റെ ബാക്കി ഓനെടുക്കും, ബാക്കി ഓനെടുക്കും. ഇതെങ്ങനെ എടുക്കേണ്ടി അറിയുന്നില്ല, പക്ഷെ മടക്കി കുത്തുമ്പോ ഒരു തുണി എടുത്ത ഫീല് കിട്ടും അല്ലേ? ഇവർക്ക് തുണി എടുക്കാനാണല്ലോ ഇതിനെ കുഴിച്ചിടാ. നീച്ച് അവിടെ ഇരിക്കല്ലേ? നീച്ച് ആ കരഞ്ഞിട്ട് കാര്യല്ല. നീച്ച് നീച്ച് ചത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല. അത് ചത്ത് പോയി. നീ കരഞ്ഞിട്ടല്ല പോര്. എങ്ങനെ വേറെ കോയിനാണോ? ഇഷ്ടംപോലെ കോയിണ്ട് കുട്ടികളെ. ഇതിലിപ്പോ നാളെ മറ്റന്നാൾ ഐറ്റളും പോവും. അതങ്ങനെയാണ്. കുട്ടികളൊക്കെ പെട്ടെന്ന് ചാവുണ്ട് ഗൈസ് ഇവിടുത്തെ കോഴിക്കുട്ടികളൊക്കെ. ഇല്ല അമ്മ, കുട്ടികൾ ചാകുന്ന പറഞ്ഞാൽ എന്താ പറയുന്നു? ജന്തുക്കളെ പിടിച്ചില്ല. ഇപ്പൊ പിടിച്ചില്ല. കുറച്ചു കാലം മുമ്പ് വരെ ഇത് പിടിച്ചിന്, കുറുക്കനൊക്കെ ഒന്ന് പിടിച്ചിന്. പരുന്തല്ലേ? കേരളാടിയൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ പിടിച്ചലില്ല. എന്തേ ആവോ? നീ കാണാത്തയാണോ കിട്ടാത്തയാണോ എന്താ അറിയില്ലല്ലേ? നമ്മളിവിടെ ഉണ്ടായിക്കൊണ്ടാ അതുകൊണ്ടല്ലേ. നമ്മളെ കോഴിക്കോട് നിക്കണ കോഴിക്കോട് നിക്കണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഞ്ഞിമൂലയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനും ചാവുണ്ട്. അതായത് എല്ലാ കോഴിക്കളും ചാവുന്നുണ്ട് അല്ലേ? കോഴിക്കുട്ടികൾ ഇതുവരെ വലുതാവണില്ലല്ലോ. 5 കോഴിക്കളായി ഇപ്പൊ മുട്ട വിരിഞ്ഞ് ഇതായിക്കണേ. പക്ഷെ നീ വിരിയിപ്പിച്ചണ്ടേ? നമുക്ക് തിന്നാ പോരെ മുട്ട? അല്ല, എവിടെ കുഴിച്ചില്ല പറയും. നമ്മളവിടെ കുഴിച്ചിരുന്നോ? റബ്ബറിന്റെ അവിടെ ചെന്ന് കുഴിച്ചിട്ടാന്. നല്ലോ ആയത്ത് കുത്തിക്കോ. ഞാൻ വരണടാ. അത് കുഴപ്പമുണ്ടോ കുഴിച്ചിടണ അങ്ങനത്തെ എന്തേലും? ഗൈസ് നമ്മൾ കുഴിച്ചിടുന്ന ഇത് കാണിക്കണില്ല. കാരണം പറഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. കാരണം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇതേപോലെ പട്ടിന് എറിഞ്ഞ കേസൊക്കെ അതുകൊണ്ടൊക്കെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് വീഡിയോ കാട്ടണില്ല. നമ്മളെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ പൊതിച്ച അല്ലേ ഇമ്മ? ഞമ്മക്കെല്ലാം കൂടി പൊതിച്ച് വെച്ചാലോ? പൊതിച്ച് വെക്കണ്ട? ഉണ്ടോ? നമുക്കിവിടെ ഉണ്ടോ? ആണോ ഗൈസ്? ഇപ്പൊ എങ്ങനെ പാറില്ലാത്ത ഭാഗം നോക്കുക, കല്ലില്ലാത്ത ഭാഗം. CCTV ആണോടാ ഗൈസ്? ഇവിടെ ഫുള്ള് പാറട്ടെ. എവിടെ നോക്കിയാലും ഫുള്ള് കല്ലും പാറൊക്കെയാണ്. കുഴിച്ചാല സ്ഥലല്ല. മോണ്ടം വരെ CCTV ആണ്. ഡബ്ബർമ CCTV. ഇവനെ പറഞ്ഞാണ് പറ്റിച്ചാണ്. ഈ റബ്ബർ മരത്തുമൊക്കെ CCTV ഉണ്ട് പറഞ്ഞാണ് പറ്റിച്ചാണ് മോണ്ടം. എന്നിട്ട് ഇവനെ വിശ്വസിച്ചാണ് നടക്ക ഈ റബ്ബർ മക്കളൊക്കെ. ഞാൻ പോയിച്ചു തരാം. നമുക്ക് പോയിച്ചാൻ അറിയില്ലല്ലോ. കണ്ടോ? എന്താണ് മറ്റേ ചീത്ത അറിയണ് പാറേനാണ്. കുറച്ചിട്ടാണ് മോൾക്ക് പോയാക്കടാ. ചെന്ന് കൊടുക്കുമ്മ.
ചെല്ലി ഇവിടെ ഇരുന്നിട്ട് കാര്യല്ലേ ചെല്ലി, ഞങ്ങളിത് പൊതിച്ചട്ടെ. ഉമ്മ അവിടെ ഇങ്ങനെ മൂടഫൈ കുത്തിരുന്നിട്ട് എന്താ കാര്യം? പോയി എടാ, ഒരു തേങ്ങ പൊളിച്ചാണ് എനിക്ക് ഇത്ര ടൈം പൊടിച്ചതാണടാ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇടക്കിടക്ക് ചെന്ന് നോക്കണേ. പിന്നെ നോക്കാതെ ഞാൻ എപ്പോഴും നോക്കണല്ലേ, ഇപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ചത്തു. ഇനി യോഗല്ല. എങ്ങനെ വീണാവോ? കരിയാവോ? തെന്നി വീണണ്ടാ? സാറല്ല, ഇനി നമ്മളെ ചട്ടി കിടക്കല്ല യോഗല്ല. അത്ര ചോദിച്ചാൽ മതി. അത് മുട്ടയും കിട്ടില്ല, ചെറിയ കുട്ടികളാണ്. സാറല്ല, ആ ഒരു തേങ്ങ ചിപ്പളും പോയിച്ചു കഴിഞ്ഞിട്ടില്ല. ഇറച്ചോ ഇതപ്പോ കാട്ടണേ. ഗൈസ്, ഈ വീഡിയോ കാണാൻ ആർക്കെങ്കിലും ഇപ്പം അറിയില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. ഉമ്മമാന്റെ മകന്റെ കുട്ടി, അതായത് ഇമ്മാന്റെ ഏട്ടന്റെ കുട്ടി, അതന്നെ പേരക്കുട്ടികളെന്നെ. മമ്മ കൊടുത്തല്ലോ, മമ്മ ബാക്കി നോക്കിക്കോളൂ. ഇഞ്ചി വാങ്ങിയോ? നജ്ജ് പൊടി ഞാൻ വെട്ടി കാട്ടിത്തരാം എങ്ങനെയാന്ന് കണ്ടോ. ഗൈസ്, നമ്മൾ ഈ തേങ്ങ പൊളിച്ചതിനൊക്കെ ഒരു നാക്ക് ഉണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി എടുക്കും. വന്നത് കാട്ടിത്തരാം. ആണോ? അങ്ങനെ കൊണ്ടോ? നമുക്ക് അറിയില്ല ഗൈസ്. മമ്മ കർക്കിടക്കുരി പറയുന്നുണ്ട്. എങ്ങനെ ഉണ്ട നയ്യുള്ള ഫുൾ സേഫ്റ്റി ആൻഡ് സെക്യൂർ ആണ്. തേങ്ങ പൊളിച്ചതിനൊക്കെ രീതിനെ കണ്ടോ? എന്തിനു പെട്ടെന്ന് എന്റെ പൊതി കഴിഞ്ഞ്. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അത് എനിക്കും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലടാ. ചേരായതാ കയമ്പോ ആണോ? ഇതിന് മമ്മ ചോദിച്ചൂലേ? അതല്ല ഇതല്ലേ മറ്റൊരാടെ ഇതിലിട്ട് കുത്തി കഴിഞ്ഞില്ലേ? എന്താടാ കുജായോ? ചീത്ത പറയാ കുത്തിയിട്ടാണ് കുജാവണില്ലേ? ഇവിടെ ഫുള്ള് പാറയല്ലേ. പാറിന്റെ മേള് കൊണ്ടുവന്നിട്ട് പെരയേറ്റിക്കണം. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലേ അമ്മ ഡിപ്രഷനിലാണ്. ഇപ്പോഴൊന്നും മാറില്ല. കോഴി പോയിന്റെ ദുഃഖാണ് ഗൈസ്. ഒരു കോഴികൾ കുറേ ഇവിടെ ഉണ്ടായിരുന്നു. കുറേ അങ്ങനെ ഓരോരോ ഇത് കാലത്തല അങ്ങനെ ചാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചോണ്ടാവും. അല്ലേ അമ്മമ്മ? കോഴികൾ എന്തേയോ ഇവിടെ വായുന്നില്ല. ഞാൻ പറയും പൊക്കത്തിന് ചട്ടിയിലാക്കാം അല്ലേ അമ്മമ്മ? അതാകുമ്പോ പ്രശ്നമില്ലല്ലോ. അത് ചത്തു പോകലല്ലോ. നമ്മ നമ്മളെ പള്ളിന്ന് അറിയും. കരിക്കില്ല ഈ കൂട്ടത്തില്. എന്താ കരിക്കൊക്കെ ഉണ്ടായില്ലേ? പുളിയറുമ്പാള് സീനാണ്. കാരണം മരത്തിന്റെ മുകളിൽ നിന്ന് അങ്ങനെ കടിച്ചു കഴിഞ്ഞാ കുടുങ്ങണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ചത്തുപോയി. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചത്താ പിന്നെ കൊന്നാ പാപം തിന്നാ തീരുന്നാണ്. അതിനെ കൊന്നിക്കല്ല, ചത്തുക്കാണ്. അപ്പൊ തിന്നാനും പറ്റൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? കുഴിച്ചിടാ. എല്ലാം ചെവി ചെയ്തോണ്ടിരിക്കണേ. എന്നാ നീച്ച് യാ നീച്ച് 2 റൗണ്ട് ഓടി. അപ്പൊ ശരി, ഓക്കെ നീച്ചോ. അത് അങ്ങനെ നോട്ടെ. നമുക്ക് മറ്റേ പൂജക്കൊക്കെ സാധനം. ഈ പൂജ ചെയ്യുന്ന ആൾക്കാരല്ലേ ഇങ്ങനെ വെക്കല്? ഇവിടെ ഇങ്ങനെ ഒരു ഇതാക്കിയാണ്ട് പൂജയുള്ളൂ. അല്ല, ഞാൻ പറത്തിലൊക്കെ കണ്ടിട്ടില്ലേ ജി? ഇങ്ങനെ കച്ചവടക്കാർ കൊടുക്കാൻ കണ്ണ് പുറത്ത് കേടിയല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോ കേടാവുന്നു. ആ വെള്ളം ഉള്ളിൽ കേടാവുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം അങ്ങനെ വെക്കലാണ് നമ്മമ്മ പറയണത്. അതായത് ഗൈസ്, ഇവിടുന്ന് ഈ സാധനം നമ്മൾ ചെത്തി കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ണുണ്ടാവില്ലേ, 3 കണ്ണുണ്ടാവില്ലേ തേങ്ങക്ക്, പുറത്ത് കാണും. അപ്പൊ പെട്ടെന്ന് ചീയും നമ്മമ്മ പറയുന്നത്. ഇതുണ്ടാവുമ്പോ മൊത്തം കവർ ചെയ്ത് നിക്കല്ലേ, അപ്പൊ ചെയ്യാൻ ചാൻസ് ഇല്ല നമ്മമ്മ പറയുന്നത്. കണ്ണുമോട്ടത്തിയ വെള്ളം വരും. മറ്റേ കുടിക്കാം, അങ്ങനെ കുടിക്കാം. ഉമ്മമ്മക്ക് അറിവൊക്കെ ഉണ്ട്. എവിടുന്ന അത് കിട്ടിയ? സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞതാണോ? അനുഭവത്തിൽ തന്നെയല്ലേ ശരി. ഒരു വണ്ടിയുടെ ശബ്ദല്ലേ കേൾക്കണേ? ആരോ വരുന്നുണ്ട് ഗൈസ്. ആരാണോ ഗൈസ് വരുന്നുണ്ട്? ഗൈസ്, നമ്മളെ വീട്ടിലേക്ക് 2-3 അതിഥികൾ കടന്നു വരുന്നു. എങ്ങോട്ടാണാവോ? അടുത്ത പ്രാങ്ക് കൊണ്ടാണാവോ നീ? ചായ അടിച്ചാൻ വന്ന കമോൺ. തേങ്ങ ഞങ്ങളിത് റിച്ചുവിന് കൊണ്ടാൻ വേണ്ടി പൊതിച്ചാണ്. ഇന്നലെ തേങ്ങ ഇട്ടിന്, അപ്പൊ പൊതിച്ചാണ്. കമോൺ, കടന്നു വരൂ.
അവിടെ ഒരാൾ നിരാശ സങ്കടത്തിലുണ്ട്, ചെന്ന് കാണും. അത് ചെന്ന് കാണും. കണ്ടോ അവിടെ എനിക്ക് അമ്മോകം കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാവണില്ല. എങ്ങനെ കാലിലൊന്നല്ല വേറെതാ നടക്ക്. അതോ എവിടെ ജി ഓ പഠിച്ചു പോയെങ്കി ജി കുറവാണ് എനിക്ക്. എന്തേ പുറത്താനോ മമ്മ ഷംന അടുത്ത പ്രാങ്ക് കൊണ്ടുവരാ, അടുത്ത പണി കൊണ്ടുവരാ. തല്ലോളിയേ ഓളെ തല്ലി. ഗൈസ് നിങ്ങൾ ഷംനന്റെ പ്രാങ്ക് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രേസി ഫാമിലി ചെന്ന് നോക്ക. എന്തൊക്കെ ചോദ്യല്ലേ ചോദിച്ചേ? ഗൈസ് ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാരും ചെന്നൊന്ന് കാണാം. അമ്മ കോമഡി വീഡിയോ ആണിത്. അമ്മായി പറഞ്ഞു നിന്റെ പേങ്കിലും ഞോലെ കിട്ടൂല. രാവിലെ ഒരുങ്ങിക്കലോർക്ക് ചെല്ലാതല്ലേ അയാള് പറഞ്ഞു ഓലെ നോട്ടീസും ചെയ്യാന്. അതെ എന്റെ വാപ്പാനെയും ഉമ്മാനെയൊക്കെ ഒക്കെ ലാസ്റ്റ് പറഞ്ഞില്ലേ രാവിലെ തുടങ്ങിയ ചുരിദാർ എങ്ങനെ അല്ല ഇത്രയും നേരം കരഞ്ഞുന്ന ആളാണ് അറിയോ? ഇത്രയും നേരം കോയി പോയിന്റെ സങ്കടത്തിൽ കരഞ്ഞിരിക്കാണ്. അതിനെ തല്ലി തോർച്ചില്ലേ? അതിനിപ്പോ മോണ്ട അങ്ങോട്ട് കുഴിച്ചിടാൻ കൊണ്ടിരിക്കണ്. അത് വേറെ കോഴിക്കൊക്കെ ഒന്നും വെച്ചടി. അറിയില്ല എന്താണോ തല ഒടുങ്ങി കാണല്ലോ. എങ്ങനെ അതിന്റെ ഉള്ളിൽ തല ഒടുങ്ങാനേ പോയാ കുഴിച്ചിട്ടോ അതോടെ അതോടെ ഗെയിം കളിച്ചുത്തിരിക്കാം. എന്നാ ബാക്കിയും കൂടി പൊതിച്ചേങ്ങ കഴിഞ്ഞോ അമ്മമ്മ? മതിയോ? സ്കൂട്ടിയിലെ ഇതിൽ വെച്ചാ പോരെ, മുമ്പിൽ വെച്ചാലും പോരെ അല്ലേ? കൊറേ ഉണ്ട് ഗൈസ്. ഇത് തറവാട്ടത്തെ മുതലാണ്. ഈ കാണുന്ന മൊത്തം തറവാട്ടത്തെ മുതലാണ്. ഇതാണ് തറവാട്. ഇവിടുത്തെ എല്ലാ സാധനങ്ങൾ എത്ര പേരക്കുട്ടികളാണ്. ഇത് പേരക്കുട്ടിയാണ്, ഇത് പേരക്കുട്ടിയാണ്, ഞാൻ പേരക്കുട്ടിയാണ്, മോണ്ടൻ പേരക്കുട്ടിയാണ്, എല്ലാരും പേരക്കുട്ടികളാണ്. അപ്പൊ അതിങ്ങനെ പോകണം. തറവാട്ടിലുള്ള സാധനം എല്ലാവർക്കും സ്പ്ലിറ്റ് ആയി പോകണം. എല്ലാ നാട്ടുകാരും ഇങ്ങനെ സ്വത്തിനും വേണ്ടി തല്ലൂടുമ്പോ ഞങ്ങൾക്കൊന്നുമില്ല. അതെ ഞങ്ങക്ക് തല്ലൂടാല ആകത് അല്ലേ? ഞങ്ങള് പിന്നെ നമ്മളെ കുടുംബത്തിന്റെ പ്രത്യേകത സ്വത്തിനും വേണ്ടി തല്ലൂടൂല, ആർക്കൊന്നുമില്ല. അതെ അതുകൊണ്ട് ആ പ്രശ്നമല്ല. പിന്നല്ല പറഞ്ഞാൽ ഇവിടെ എന്ത് സാധനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എല്ലാം കണ്ടറിഞ്ഞുമ്പോ അങ്ങനെ കൊടുക്കും. എന്ത് സാധനം ഉണ്ടാവണമെന്നുണ്ടെങ്കിലും. കറുത്താണ് എനിക്ക് ആണോ? കറുത്ത ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് കറുത്ത എങ്ങനെയും കഴിച്ചാണല്ലോ. നമ്മളെ പുതിയ പേരന്റെ അവിടെ ഉണ്ട് രണ്ടു നാളെ. ആ ഓക്കെ എന്തി ചായ കുടിച്ചോ? വന്നല്ലേ ചെറിയപ്പോനും വന്നിട്ട് ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ പൊറുതിയിട്ടാണ്. അറിയപ്പോ എന്താ ഒറ്റടി ഇട്ടിക്കണ്? അതെ സ്വത്ത് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇല്ലല്ലേ സ്വത്തില്ല. വാ എന്തായാലും മോണ്ട കുഴിച്ചിട്ട് കഴിഞ്ഞോ? എന്താ മമ്മ എന്ത് പല്ലില്ലല്ലോ മമ്മ ഗൈസ്? പല്ലില്ല ആൾക്കാരൊക്കെ തേങ്ങ പൊളിച്ചാണ് തിന്നോളിന്ന് പറയുന്നത്. കാരണം മമ്മക്ക് പല്ലില്ലല്ലോ. അതുകൊണ്ടാണ് മമ്മ അങ്ങനെ പറയുന്നത്. തിന്നാൻ വയ്ക്കണല്ലോ ഗൈസ്. ഞങ്ങൾ കുറച്ചേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ നിൽക്കും. ഇപ്പൊ ഗൈസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എത്ര ടൈം എന്ന് തോന്നും? അതെ എത്ര ഒന്ന് ഗസ് ചെയ്യും എല്ലാരും ഒന്ന് ഗസ് ചെയ്യ് ഗൈസ്. ഇപ്പൊ ടൈം എത്ര മണിയായിന്ന് അറിയോ? 3:45 4 മണി ആയിട്ടുള്ളൂ. അപ്പത്തിന് ഗൈസ് ആകാശത്തിന്റെ കോലം നോക്കി. നിങ്ങൾ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണോ അല്ലേ നിങ്ങൾ പറഞ്ഞിട്ടോ? ആകെ രണ്ടിടക്കല്ലേ കണ്ടപ്പോ ഏകദേശം 6:30 ടൈം ആയി. മയത്തോ പനി പിടിച്ചെടുക്കാനാ? അതെ ഓനക്കിത് പെരി പോ. എന്റെ പെരിക്ക് ഇജ്ജെത്തിട്ട് വേണം അവിടുന്ന് ഇങ്ങോട്ട് ചീത്തറിന് വിളിച്ചാണോ എന്റെ പെമ്മി അല്ലേ? നല്ലൊരു മയക്കല്ലേ ചാൻസ് ഉണ്ട്. നോക്കിയാ ഇഷ്ടംപോലെ മയക്കാറാണ് ഈ കിടക്കണേ. ആ എന്നാടാ തേങ്ങ നമുക്ക് പൊറുക്കിയത് ഗൈസ്. ചെറിയപ്പും ഷംനൊക്കെ ഇവിടെ ഉണ്ട്. ഓലൊന്നും പോയിട്ടില്ല. മഴ പെയ്യണണ്ടപ്പോ ജസ്റ്റ് ഇങ്ങനെ കേറിന്നതാ. പെയ്യിൽ തുടങ്ങിയിട്ടില്ല, തുടങ്ങിക്കൊണ്ടിരിക്കണുള്ളൂ. യാ പണിയെടുക്ക്. എടാ ഇങ്ങോട്ടൊക്കെ ആക്കണ പോയിരുന്നേ. തേങ്ങ വെള്ളം കുഴപ്പമില്ല. ആ അത് താത്തിക്കൊണ്ട് ഗൈസ്. ഇത് ഉമ്മാന്റെ റൂമാണ്. ഇതിന്റെ കട്ടൻ താത്തിടാനാണ് പറഞ്ഞത്. ഉള്ളിലേക്ക് ചീറ്റാലടിച്ചു അല്ലെങ്കിൽ സത്യം പെയ്യോ അറിയില്ല. ചെറുതായിട്ട് ചാറ്റുന്നുണ്ട്. ആ മതി സെറ്റ്. പിന്നെ ചെകിരി ഇതൊക്കെ അല്ലേ ആ കിടക്കട്ടെ. മഴ പെയ്യാൻ നേരത്താണ്
കേറിക്കട്ടെ മഴ ചാറ്റുണ്ട്, അത്യാവശ്യം ചെറിയ രീതിക്ക് ചാറ്റുണ്ട്. സൗണ്ട് കേൾക്കണ എനിക്ക് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. നല്ല കാറ്റ്. തത്തക്കുട്ടിയോ ഇവിടെ തത്തനെ എടുത്തുവെച്ചാ ഇനി നമുക്ക് 2 കാടക്കുട്ടികളെ കിട്ടി. കാടല്ല, പൂത്താങ്കേരി. ഞങ്ങൾ ഇന്നതിന് രാവിലെ വിട്ടു. ഇതിനുള്ളിൽ ഇട്ടേച്ചി അനക്ക് എത്തൂലേ? വലിപ്പല്ലാത്ത ഓരോന്ന് പാറിപ്പോണേ. ആകെ പാറണ അവിടെ. നല്ല കാറ്റുണ്ട്. മാറുന്നത് കണ്ടോ മമ്മ? പേരെ പൊളിഞ്ഞാണ്ട് വരി. നോക്കിയാ പാറിയിട്ട് നോക്കിയാ മമ്മടെ അവിടെ വലിച്ചെങ്ങനെയും കെട്ടാൻ നോക്ക്. വായമ്മ കെട്ടല്ലോ, വായ ഇങ്ങോട്ട് പോരും. അതാ മമ്മ മിന്നിയോ? മമ്മ നമ്മളെ കൊണ്ടുപോകാ പോയോ? കാറ്റുമായി വരുന്നുണ്ടപ്പോ അവിടുന്ന് നല്ല ഒരമ്പക്കം കേൾക്കുന്നുണ്ട് ഗൈസ്. നല്ല മഴ പെയ്യുന്നുണ്ട് അവിടെ, നല്ല ഒരമ്പക്കം വരുന്നുണ്ട്. ഇത് കൈ പിടിച്ചേ. ആ എടാ ഇത് പൊട്ടിയിട്ട് പോന്നു കണ്ടോ, ഇത് ഇങ്ങനെ താന്നു. നല്ല മഴ പെയ്യണേ. പെയ്തു ഗൈസ്, നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ. മമ്മാനെ കാണാല്ല. മമ്മ എവിടെയാണ് ഗൈസ്? മമ്മ അടുക്കള മുറ്റത്താക്കണേ. വരും മമ്മ, മുറ്റത്ത് കയറി അങ്ങോട്ട് വരും. ഉള്ളിൽ കയറി കളി. നല്ല മഴയുണ്ട് ഗൈസ്, നല്ല മഴ. ഓ അവിടെ നോക്കിയാ വെജാതി മഴ. കറക്റ്റ് ടൈമല്ലേ? കറണ്ട് പോയി. അതാണ് ഗൈസ് ഇവിടെ കറണ്ട് പോകും. ഞങ്ങളുടെ നാട്ടിലത്തെ KCB അങ്ങനെയാണ്. കാരണം എന്താ അറിയോ, അത് മൂലം ആർക്കും ഒന്നും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് വലിയ കറണ്ട് നോക്കാം. എന്തെങ്കിലും ലൈംഗം എന്തെങ്കിലും പൊട്ടി പോയിട്ട് ആൾക്കാർക്കൊന്നും പറ്റാക്കാൻ വേണ്ടി നോക്കിയാ വെജാതി മഴ. ഉള്ളിൽ കയറി കൗത്ത് കയറിക്കോ. നല്ല മഴയാണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല സൗണ്ട്. ഞാൻ കാട്ടിത്തരാം മഴ എന്താണെന്ന്. ഇതാണ് മഴന്റെ അവസ്ഥ. നല്ല മഴയുണ്ടോ? താഴത്തേക്കൊക്കെ നിങ്ങൾ നോക്കുമ്പോ മനസ്സിലാവുണ്ടോ? നല്ല മഴയുണ്ട്. പേരിഞ്ചാതി മഴ. ഉള്ളിൽ കയറട്ടെ മമ്മ വരി. എന്തായാലും ഇന്നത്തെ ദിവസം മഴമാണ്ട് കഴിഞ്ഞില്ലേ? മഴ പെയ്തിട്ടാണ് കഴിഞ്ഞു. ഉള്ളിൽ കയറിക്കോളി. കാരണം അത് ചോദിക്കണോ? കറണ്ട് പോകൂലേ? ഗൈസ് കറണ്ട് പോകുമ്പോ കത്തണ സാധനം, അല്ല കറണ്ട് വന്നല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. അപ്പൊ ഗൈസ് നമുക്ക് പിന്നെ കാണാം അല്ലേ? അപ്പൊ പിന്നെ കാണാം. എടി ഷംന ചെറിയ പോ എടി കയറിക്കോ. ഉള്ളിൽ കയറിക്കോ. കേറി. അപ്പൊ കറണ്ട് ഉണ്ടോ? കറണ്ട് വന്നോ? പോലും പേരിലും കഴിഞ്ഞു. അങ്ങനല്ല അല്ലേ മമ്മ? എന്നാ എല്ലാവരോടും ടാറ്റ അസ്സലാമു അലൈക്കും പറഞ്ഞാടി. ഓക്കെ. എന്താണ് ആ ഒരു വോയിസ് മാറിയത്? നേരം ചൂടായിരുന്നാണ് പെട്ടെന്ന് ഡൗൺ ആയി. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഓക്കെ.